പിന്നെ ബദർ സംഭവം തൗഹീദിന് ശിർക്കുനല്ല, റബ്ബിൻ്റെ കാര്യത്തിലല്ല എന്ന് പറഞ്ഞാൽ ഹാദാനി ഹസ്മാൻ ഇഖ്തസമൂ ഫീ റബ്ബിഹിം. ഇതാണ് ബദർ സംഭവത്തെ കുറിക്കുന്ന ആദ്യ പോരാട്ട സംഭവത്തിലെ ആദ്യത്തെ പോരാട്ടം എന്ന് പറയുന്ന ആ ഒരു പോരാട്ടത്തെ സംബന്ധിച്ച് പ്രയോഗിച്ച ഖുർആന്റെ പ്രയോഗം. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ആരാണിത്? ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹി എന്ന് പറഞ്ഞത് ഞാനും ഹംസയും ഉബൈദത്തും ഉത്ബത്തും റബീഅത്തും ഷൈബത്തുമാണ്. റബീഅത്തും ഷൈബത്തും വലീദും ഈ മൂന്നാളുമാണ്. അപ്പം ആ മൂന്നാളുകളും രണ്ട് പക്ഷത്ത് പോരാട്ടത്തിന് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് പോരാട്ടത്തിന് വന്നപ്പോഴുള്ള ആ രണ്ട് സംഘത്തെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഹാദാനി ഹസ്മാൻ, ഞങ്ങളാണിത് രണ്ടു കൂട്ടർ, 6 ആളുകൾ. ഫി സിത്തത്തി നഫരിൻ മിൻ ഖുറൈശ് ഗോത്രക്കാരായ 6 ആളുകളെ കുറിച്ചാണ് ഹാദാനി ഹസ്മാനി എന്നിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഖുറൈശി ഗോത്രത്തിൽ നിന്നുള്ള 6 ആളുകളിൽ 3 ആളുകൾ മുശ്രിക്കുകളും 3 ആളുകൾ മുവഹിദുകളുമാണ്, തൗഹീദിന്റെ ആളുകൾ. അപ്പൊ തൗഹീദിന്റെ ആളുകളും മുശ്രിക്കീങ്ങളുമായ ആളുകൾ 6 പേരും ഖുറൈശികളാണ്. ഞങ്ങളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ യുദ്ധത്തിന്റെ പേരിലും പോരാട്ടത്തിന്റെ പേരിലും വിചാരണ ചെയ്യപ്പെടുന്നവരിൽ ആദ്യത്തവർ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് കാണാം, ബുഖാരിയിലും മുസ്ലിമുണ്ട്. ഇതിനെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ഇഖ്തസമൂ ഫീ റബ്ബിഹിം എന്നല്ലേ, റബ്ബിന്റെ കാര്യത്തിൽ നിന്ന്. അപ്പൊ റബ്ബ് ഒന്നേ ഉള്ളൂ, ഒരു റബ്ബാണ് എന്നറിയുന്നതാണ് ഒരു കൂട്ടരുടെ വാദം. അല്ല, പല റബ്ബുകളുണ്ട്, പല അർബാബുകളുണ്ട് എന്നാണ് മറുപക്ഷത്തിന്റെ വാദം. യജമാനനായ റബ്ബ് ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നവർ, അല്ല ബഹുറബ്ബുകളുണ്ട് എന്ന് പറയുന്നവരുമായി ആ റബ്ബിന്റെ കാര്യത്തിൽ നടന്ന പോരാട്ടമാണ്, തർക്കമാണ്, ഹുസൂമത്താണ് ബദറിൽ നടന്നത് എന്ന് ആ ഖുർആൻ പറയുന്നത്. ഇതിനെ അട്ടിമറിച്ച് അതൊക്കെ ആരോ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഖുർആൻ എവിടുന്നാ കിട്ടുക? ഖുർആന്റെ ആയത്തുകൾ എങ്ങനെയാണ് പഠിക്കാവോ? ഇവർക്ക് എവിടുന്ന് അതൊക്കെ കിട്ടുന്നതാവോ? രസ്തനിങ്ങനെ ഓരോരുത്തർക്ക് മറുചോദ്യം അല്ലാതെ ഇങ്ങനെ നടക്കുന്ന പുസ്തകങ്ങളല്ലേ. അപ്പം അങ്ങനെ പറയാം ഓരോരുത്തർക്ക് രസ്തനെ ഈ ജാതി പദവും പറയാം, ധർമ്മവും അധർമ്മവും. ധർമ്മവും അധർമ്മവും എന്ന് പറയുന്നത് തന്നെയാണ്. വിശ്വാസത്തിലെ അധർമ്മമാണ് കുഫ്ർ, വിശ്വാസത്തിലെ ധർമ്മമാണ് ഈമാൻ. കർമ്മത്തിലും അധർമ്മമുണ്ട്, പ്രവൃത്തിയിലും അധർമ്മമുണ്ട്, ആചാരങ്ങളിലും അധർമ്മമുണ്ട്. അതിൽ വിശ്വാസത്തിലെ അധർമ്മവും ധർമ്മവും തമ്മിലാണ് യഥാർത്ഥത്തിൽ പോരാടേണ്ടത്. ലിതകൂന കലിമത്തുല്ലാഹി എന്ന തൗഹീദിന്റെ കലിമ ഹിയൽ ഉല്യ, അതിനായിരിക്കണം പോരാടേണ്ടത്, അത് ഉയർന്നു നിൽക്കാനാകണം പോരാടേണ്ടത്. അങ്ങനെ പോരാടുന്നവനെ ഇസ്ലാമിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഫീ സബീലില്ലാഹി എന്നാവുള്ളൂ.